നേർവഴിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ രാഷ്ട്രീയ ഇതോടെ അവസാനിക്കുന്നതാണ് എൻ്റെ വിചാരം. തീവ്രത കൂടിയതും കുറഞ്ഞതുമായിട്ട് പറയുന്നതിൻ്റെ അന്തരം എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കണം, ബാക്കിയുള്ളത് കോടതി എടുക്കണം. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ബാക്കിയുള്ളവരുണ്ട്. അവരൊക്കെയാണ് ശക്തമായിട്ടുള്ള നടപടികളൊക്കെ എടുക്കാനുള്ളത്, അല്ലാതെ പാർട്ടിയല്ലേ എടുക്കാനുള്ളത്. രാഹുലിനെതിരെ ഒരു ആരോപണം വന്നെങ്കിൽ അപ്പുറം മറുസൈഡിലും ഉണ്ട്. അപ്പോൾ അത് അവരെ പാർട്ടിയുടെ വിഷയങ്ങളാണ്. പിന്നെ ഇതിനകത്ത് അത് കോടതിയല്ലേ അതിന് തീവ്രതയും അതിൻ്റെ വ്യാപ്തിയൊക്കെ നിർണ്ണയിക്കേണ്ടത്. നിലവിലിപ്പോൾ രണ്ടുപേരുടെ കേസും കോടതിയുടെ മുൻപിലല്ലേ. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിട്ടും നമ്മുടെ ന്യൂസിലെ എല്ലാം പ്രധാന വിഷയം എന്ന് പറയുന്നത് പീഡന ആരോപണങ്ങൾ തന്നെയാണ്. എന്നാൽ കോൺഗ്രസിനെതിരെ മാത്രമല്ല CPM-നെതിരെയും സമാന ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ മുകേഷിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് ശക്തമായിട്ടുള്ളൊരു നടപടിയോ ഒന്നും CPM എടുക്കുന്നത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മുകേഷിൻ്റേത് തീവ്രത കുറഞ്ഞ പീഡനമാണെന്നും രാഹുലിൻ്റേത് തീവ്രത കൂടിയ പീഡനമാണെന്നാണ് ഒരു നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മുകേഷിനെതിരെ വന്ന പീഡന ആരോപണം തീവ്രത കുറഞ്ഞതാണെന്നും രാഹുലിനെതിരെ വന്നത് തീവ്രത കൂടിയ ആരോപണം എന്നൊക്കെയാണ് നേതാക്കന്മാർ പറയുന്നത്. നേതാക്കന്മാരെന്ന് പറയാൻ പറ്റും, വിവരം കെട്ടവരെന്നേ അതിന് പറയാൻ പറ്റൂ. മനുഷ്യനെ എല്ലാവർക്കും ഒരേ വിവരമല്ലല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളും, അവരുടെയൊക്കെ വിവരക്കേട് നമ്മൾ സഹിച്ചു പോകുന്നല്ല അതിൻ്റെ ചെയ്യുന്നത്. അതാണ് അവസ്ഥ. അവസ്ഥ. അല്ല, ഞങ്ങൾ ഈ രാഹുലിനെതിരെ ഇപ്പോൾ ഒരുപാട് പറയുന്ന ഈ നേതാക്കന്മാരുണ്ടല്ലോ, അവരെ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് എതിരെ സ്ഥിരം ഇതുപോലുള്ള ഒരു ആരോപണം വന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കും സമാന നടപടികളൊന്നും സ്വീകരിക്കാൻ തയ്യാറാകാത്തത്? ഭരണത്തിൻ്റെ സ്വാധീനമാണ് ഇതെല്ലാം. ആര് ഭരിച്ച ഞാൻ ഒരു ഭരണത്തെ കുറ്റം പറഞ്ഞ ഭരണ കക്ഷികളെ കുറ്റം, രാഷ്ട്രീയം കുറ്റം പറഞ്ഞല്ല, ഭരണത്തിൻ്റെ സ്വാധീനം. അത് ഏത് പാർട്ടിയാണെങ്കിലും ഭരണത്തിൻ്റെ സ്വാധീനം തന്നെ. അങ്ങനെയുള്ള പീഡനങ്ങളുണ്ടോ? അയ്യോ, അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് എല്ലാ പാർട്ടികളും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള പറയണത് തന്നെ. അതാണല്ലോ ഈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അവർക്ക്. അതിന് വേണ്ടിയിട്ട് അവർക്ക് വോട്ട് കിട്ടുക, ജയിക്കുക എന്നുള്ള ഒരൊറ്റ ഇതിന് വേണ്ടിയിട്ട് അവർ ഇതും പറയും, ഇതിൻ്റെ അപ്പുറവും പറയും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ പാർട്ടികൾ ഇങ്ങനെ പറയും. അത് സ്വാഭാവികമാണ്. പിന്നെ അല്ലാതെ ഇതിൽ പിന്നെ തീവ്രത അതങ്ങനെ വരും. രാഹുലിനെതിരെ കർശന നടപടി എടുക്കണമെന്നാണല്ലോ CPM പറയുന്നത്. അങ്ങനെയുള്ള CPM എന്തുകൊണ്ടായിരിക്കും ഈ മുകേഷിനെതിരെയൊക്കെ ആരോപണം വന്നപ്പോൾ നടപടി എടുക്കാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഇതൊക്കെ. കാര്യം പിന്നെ CPM-ൽ അവരിൽ തന്നെ ഇഷ്ടംപോലെ പീഡനക്കാരുണ്ട്. അതിനെ മറച്ചു വെച്ചിട്ട് മറ്റവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറയണം. ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, ഇതിനു മുമ്പും ഇങ്ങനെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് വോട്ടുകൾ നേടുക. അതാണ്. ചിലവർ അതിൽ വീഴുന്നു പോകും, ചിലവർ വീഴില്ല. ഇത്രയേ ഉള്ളൂ. ഈ രാഹുലിനെതിരെ വന്ന ആരോപണത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം തന്നെ അതൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ് ഈ പിന്നെ ചാനലുകാർ ഇറക്കിയതെന്നാണ് പറയണത്. ചാനലുകാരെ അതായത് റിപ്പോർട്ടർ ചാനലും വേറെ ആരാ കൂടെ ഉള്ള കളിയെന്നാണ് പറയണത്. അതിപ്പോൾ അത് ഏകദേശമൊക്കെ എല്ലാം ആയിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലാണ് ഇതെല്ലാം ഇല്ലാത്ത കള്ളങ്കരത്തങ്ങളൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പിന്നിലെന്നാണ് ജനം പറയണത്. അതാണ് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഇതിലൊക്കെ കണ്ടാണ് നമുക്ക് ഇതിൽ കൂടുതലൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ കാലഘട്ടത്ത് രാഹുൽ മാങ്കൂട്ടം വളരെ മോശമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അയാൾക്ക് പറ്റിയൊരു നിലപാടല്ല ശരിക്കും. ഒന്നിൽ കൂടുതൽ പരാതികൾ അയാളുടെ പേരിൽ വന്നിട്ടുണ്ട്. ഇനി അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരു നേർവഴിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ രാഷ്ട്രീയ ഇതോടെ അവസാനിക്കുന്നതാണ് എൻ്റെ വിചാരം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ ഈ CPM എന്തുകൊണ്ടായിരിക്കും? മുകേഷിനെതിരെയൊക്കെ ഇതുപോലത്തെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഒരുപാട് നടിമാരാണ് പരാതി എന്ന് കൊടുത്തത്. പക്ഷെ ആ സമയത്ത് ഒരു കർശന നിലപാടൊന്നും സ്വീകരിച്ചതായിട്ട് കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കെതിരെ വരുമ്പോൾ മാത്രം ഒരു നിലപാടും മറ്റു പാർട്ടിയിൽ വരുമ്പോൾ വേറൊരു നിലപാടും വരുന്നത്? അത് ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ശബരിമലയിലെ പ്രശ്നം ഇങ്ങനെ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ സ്വല്പം ഒന്ന് അയവ് വരാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ കണക്ക് കൂട്ടത്. ഈ ശബരിമല വിഷയം
ഇതൊക്കെ മറയ്ക്കാനുള്ളൊരു ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും പറയുന്നത്. രാഹുലിൻ്റേത് തീവ്രത കൂടിയ പീഡനം എന്നൊക്കെയാണ് നേതാക്കന്മാർ പറയുന്നത്. പീഡനം എല്ലാം പീഡനം തന്നെ. പീഡനം കൂടിയത് എല്ലാം കുറഞ്ഞതൊന്നുമില്ല. എല്ലാം പീഡനം ഒരു പറയാൻ. അങ്ങനെ ഈ തീവ്രത കുറഞ്ഞ കൂടി അങ്ങനത്തെ പീഡനങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനത്തെ പീഡനങ്ങളൊന്നും ഇല്ല. ഇത് തീവ്രത കൂടിയതും കുറഞ്ഞതുമായിട്ട് പറയുന്നതിൻ്റെ അന്തരം എന്താണെന്ന് എനിക്കറിയത്തില്ല. അമ്മ ഇപ്പൊ ഇതുപോലെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് ഇലക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ സമാനമായിട്ട് പറയുന്നതാണ്. ഇപ്പം രാഹുലിനെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് CPM പറയുന്നത്. പക്ഷേ CPMലുള്ള ഒരു നേതാവാണല്ലോ മുകേഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് നടിമാരാണ് അദ്ദേഹത്തിനെതിരെ മീറ്റു കേസ് കൊടുത്തത്. അപ്പം മുകേഷിനെതിരെ എന്തുകൊണ്ടായിരിക്കും CPM അന്ന് നല്ലൊരു നടപടി എടുക്കാത്തത്? അത് അയാളൊരു MLA ആയതുകൊണ്ടായിരിക്കും. രാഹുൽ ഒരു MLA ആണല്ലോ തന്നെ. രാഹുൽ MLA തന്നെ. പക്ഷേ മറ്റേ സിനിമാ നടനും വേണ്ടപ്പെട്ട ആളും ഒക്കെ ആയതൊക്കെ സ്വന്തം പാർട്ടിയിലുള്ള ആളും ആയതുകൊണ്ട് അതിനെ വലിയ കാര്യത്തിലെടുക്കാതെ വിട്ടതാണ് എന്ന് തോന്നുന്നു. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് ശരിയുള്ള കാര്യമല്ല. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ തട്ടി അതിലുള്ള സത്യാവസ്ഥ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ അത് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ രാഹുലിനെതിരെ ആരോപണം വരുമ്പോഴേ ഇത് ഇലക്ഷൻ സംബന്ധിച്ച് ഈ ആരോപണങ്ങളെല്ലാം വലിച്ച് പുറത്തെടുത്ത് ഇടുന്നതാണ്. അതിൻ്റെ സത്യാവസ്ഥയും വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ പാർട്ടിയിലുള്ള ബലത്തിൽ അതെല്ലാം മൂടി വയ്ക്കാനുള്ള സാധ്യതയും ഉണ്ട്, നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ. എന്താ ഈ കൂടിയ പീഡനം കുറഞ്ഞ പീഡനം അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ പറഞ്ഞവർക്കല്ലേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ, നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ. ചേട്ടാ ഈ രാഹുലിനെതിരെ കർശന നടപടി എടുക്കണമെന്ന് ഈ CPM പറയുന്നുണ്ടല്ലോ. ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കണം. പക്ഷേ സമാനമായിട്ടുള്ളൊരു സംഭവം മുകേഷിനെതിരെയും വന്നിരുന്നു. പക്ഷെ മുകേഷിനെതിരെ അന്ന് നല്ലൊരു നിലപാടോ ശക്തമായിട്ടുള്ളൊരു നടപടിയോ എടുക്കുന്നത് കണ്ടിട്ടില്ല. അത് കോടതിയല്ലേ ചെയ്യാനുള്ളത്. നല്ല പാർട്ടിക്ക് ഒരു തീരുമാനം ഉണ്ടായിരിക്കുമല്ലോ. പാർട്ടിക്ക് ഒരു തീരുമാനം അത് പാർട്ടിക്കാർ തീരുമാനിച്ചോളൂ. നമ്മൾ അതിൽ നമ്മൾ പറഞ്ഞ പാർട്ടിക്കാർ മാറുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു പാർട്ടിക്കാർ തീരുമാനം എടുക്കണം, ബാക്കിയുള്ളത് കോടതി എടുക്കണം. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ബാക്കിയുള്ളവരുണ്ട്. അവരൊക്കെയാണ് ശക്തമായിട്ടുള്ള നടപടികളൊക്കെ എടുക്കാനുള്ളത്, അല്ലാതെ പാർട്ടിയല്ലേ എടുക്കാനുള്ളത്. ഒരു പെണ്ണൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതാരാണ് ചെയ്യാനുള്ളത്? ഗവൺമെൻറ് അതിന് പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വക്കീലുണ്ട്, ജഡ്ജിയുണ്ട്. അവരൊക്കെയല്ലേ ഓരോ നിലപാടെടുക്കാനുള്ളത്. പാവപ്പെട്ട ജനത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലിട്ട് അടുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇലക്ഷനൊക്കെ വരാൻ പോകുന്നതുമായിട്ടുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് തോന്നുന്നുണ്ട്. ഇലക്ഷൻ അത് അവരെ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും. നല്ല രാഹുലിന്റെ ഒരു വിഷയം ഇപ്പോഴും തന്നെ എടുത്തിടുമ്പോൾ അത് കോൺഗ്രസിന് കിട്ടുന്ന സീറ്റുകൾ കുറയാനായിട്ട് കാരണമാവത്തില്ലേ? അതിപ്പോൾ ജനങ്ങളാണല്ലോ വോട്ടിടുന്നത്, നമ്മളെപ്പോലുള്ള ആൾക്കാരല്ലല്ലോ. നമ്മളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും. അത് മാനസികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇഷ്ടമുള്ള പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യും, അല്ലാത്തവർക്ക് വോട്ട് ചെയ്യൂല. അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഓരോ നിലപാട് ഓരോ മനുഷ്യർക്കും ഓരോ നിലപാടുണ്ട്. അതിൽ കുറച്ച് നിൽക്കുന്നവരുണ്ട്, ചിലപ്പോൾ മാറുന്നവരുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഇവിടുത്തെ ശക്തമായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവരെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് വെളിയിൽ കിടന്ന് വഴക്കൂടേണ്ട കാര്യമില്ല. അവരെ നിലപാട് അവർ ചെയ്യുക. കോടതിയുണ്ട്, ജഡ്ജിയുണ്ട്. ബാക്കി നിയമം ശക്തമല്ല. നിയമം ശക്തമല്ലാത്തതിൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവുന്നത്. അല്ലാതെ വേറെ ഒരു പ്രശ്നമല്ല. പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ പേരിൽ ഒരു തെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കാൻ ആൾക്കാർക്ക് അറിയാം, ഇവിടുത്തെ ജനത്തിനറിയാം. വലിയ വലിയ നേതാക്കന്മാരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പൈസ ഉള്ളവർക്ക് കാര്യക്കാരനെന്ന് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് യഥാർത്ഥ സത്യമാണ്. കൈക്കൊണ്ടെങ്കിൽ കാര്യമുണ്ട്, പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു മനസ്സ് അവരുടെ മനസ്സിലുണ്ട്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ജനത്തിൽ നിന്ന് നമ്മളെ കാര്യം ഇപ്പോൾ എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ ജോലി ചെയ്താലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് ആരും കൊണ്ട് തരണേയല്ല. രാഹുലിനേത് വന്നത് തീവ്രത കൂടിയ പീഡനം എന്നൊക്കെയാണ്. അങ്ങനെ ഈ കൂടിയ കുറഞ്ഞ അങ്ങനത്തെ പീഡനങ്ങളൊക്കെ ഉണ്ടോ? അതിപ്പം അതവർ ഈ തീവ്രത കൂടിയത് പറഞ്ഞത് അവരെ പാർട്ടിക്കാരാണല്ലോ, ഞങ്ങളല്ല പറഞ്ഞത്. അപ്പം അവരാണ്. അപ്പോൾ ആ തീവ്രത കൂടിയതാണോ കുറഞ്ഞതാണോ എന്ന് അവരാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം രാഹുലിനെതിരെ ഒരു ആരോപണം വന്നെങ്കിൽ അപ്പുറം മറുസൈഡിലും ഉണ്ട്. അപ്പോൾ അത് അവരെ പാർട്ടിയുടെ വിഷയങ്ങളാണ്. പാർട്ടിയുടെ അതിൻ്റെ നേതൃത്വമാണ് അതിന് ഇത് ഉചിതമായ മറുപടി പറയേണ്ടത്. തീവ്രത കുറഞ്ഞതാണോ കൂടിയതാണോ? ചേട്ടാ ഒരു കർശന നിലപാട് എടുക്കണമെന്ന് CPM പറയുന്നുണ്ട്. പക്ഷേ ഈ മുകേഷിനെതിരെ വന്ന സമയത്ത് വലിയതായിട്ട് നടപടിയൊന്നും എടുക്കുന്ന നമ്മളാരും കണ്ടിരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? സ്വന്തം പാർട്ടിയിലുള്ള നേതാവായതുകൊണ്ടാണോ അവരന്ന് മുകേഷിനെ സംരക്ഷിച്ചത്? അതായിരിക്കാം. പക്ഷെ അത് ശരിയാണോ? എതിർ പാർട്ടിയോട് നിങ്ങൾ ഇങ്ങനത്തെ നടപടി എടുക്കണം, കർശന നടപടി എടുക്കണം, രാഹുലിനെ പുറത്താക്കണം, അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ സ്വന്തം പാർട്ടിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ ഈ നിലപാടൊന്നും അല്ല എടുത്തത്.
അത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് അത് പാർട്ടി കണ്ടുപിടിക്കും. ഇങ്ങനത്തിന് വേണ്ടില്ല ഇല്ല നടപടി എടുക്കേണ്ടത് പാർട്ടിയും അതിൻ്റെ നേതൃത്വമൊക്കെയാണ്. അത് അവരെ അത് ആഭ്യന്തര വിഷയങ്ങളാണ്. അതിൽ നമുക്ക് വേറെ ഇതൊന്നുമില്ല. അത് രാഹുലിനെതിരായ നടപടി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ കോടതിയിലൊക്കെ കോടതിയിലൊക്കെയാണല്ലോ. അത് കോടതി എൻ്റെ തീർപ്പ് കൽപ്പിക്കും എന്നാണെന്നുള്ളത്. ചേട്ടാ, ഇപ്പോൾ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് രാഹുലിനെതിരെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ആരെങ്കിലും കെട്ടിച്ചമച്ചതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ആവാം. നമുക്കത് ഇപ്പം അത് കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയമാണല്ലോ. അപ്പോൾ അത് കോടതി തന്നെ ഉചിതമായ ഒരു ഉത്തരവ് അതിൽ വരും. അപ്പോൾ അത് കണ്ടിട്ട് അത് എന്താണെന്ന് അത് കണ്ടില്ല നമ്മൾ പറയണമെന്നല്ലേ നല്ലത്. ഇതിനെന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത്? അല്ല, ഇപ്പം രാഹുലിനെതിരെ ഒരു ശക്തമായിട്ടുള്ളൊരു നിലപാട് വേണമെന്നാണല്ലോ CPM പറയുന്നത്. നിയമപരമായല്ലേ രണ്ടുപേരും നേരിടുന്നത്. പിന്നെ ഇതിനകത്ത് അത് കോടതിയല്ലേ അതിന് തീവ്രതയും അതിൻ്റെ വ്യാപ്തിയൊക്കെ നിർണ്ണയിക്കേണ്ടത്. നിലവിലിപ്പോൾ രണ്ടുപേരുടെ കേസും കോടതിയുടെ മുൻപിലല്ലേ. അതിനിപ്പോൾ നമുക്കൊരു മറുപടി പറയാൻ എനിക്കൊരു മറുപടി പറയാൻ കഴിയുമോ? അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട ഏത് കോടതിയിലാണോ ആ കേസിൻ്റെ കാഠിന്യമനുസരിച്ചുള്ള വിധി പറയും. അത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കേണ്ടി വരും. വിഷയം വന്നത് ഇലക്ഷൻ എടുത്തിരിക്കുന്ന ഒരു സമയത്താണല്ലോ. അപ്പൊ ഇത് ഇലക്ഷൻ ആയതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചതായിട്ടാണോ തോന്നുന്നത്? ഇപ്പോൾ ഒരു കേസ് ഉണ്ടാകുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊന്നും അല്ല. അപ്പോൾ ആ സമയത്ത് ഇത് കൊണ്ടുവന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരാൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് അവർ പരാതി കൊടുക്കുന്ന സാഹചര്യത്തിൽ ഫെയർ എടുക്കും. അല്ലാതെ ഇപ്പോൾ ആ സമയത്ത് തന്നെ അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ പരാതി കൊടുത്താൽ അപ്പോഴത് കേസാവുമായിരുന്നു. അതല്ലേ അതിൻ്റെ ശരി. അല്ലാതെ ഇപ്പോൾ പരാതി കിട്ടാതെ ഫെയർ ഇട്ടിട്ടില്ലല്ലോ ഗവൺമെൻറ്. അപ്പോൾ ആ രീതിയിലുള്ള നടപടികളുമായിട്ട് ഈ ഗവൺമെൻറ് അല്ല ഏത് ഗവൺമെൻറ് ആയിരുന്നാലും ഒരു പരാതിക്കാരനില്ലാതെ അതിൻ്റെ ജെന്യൂനിറ്റി അന്വേഷിക്കാതെ സംഭവങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ലല്ലോ, ഒരുപാട് ആളുകൾ പീഡന കേസിലൊക്കെ ഉണ്ടല്ലോ. അതാത് ആ സമയങ്ങളിൽ ആ കേസ് പരാതി വരുമ്പോൾ കേസെടുക്കുന്നുണ്ടല്ലോ കേരളത്തിൽ. ഇതൊരു ഇലക്ഷനായതുകൊണ്ട് അതൊരു വലിയ വാർത്തയായി വരുന്നു എന്നുള്ളത് സ്വാഭാവികമായിരിക്കാം. അദ്ദേഹം പ്രത്യേകിച്ചൊരു MLA എന്നുള്ള രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ കുറേ കരുതൽ വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കോൺഗ്രസിന്റെ ഇലക്ഷനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെയും അവരുടെ യുവജന സംഘടനയുടെയും ഒക്കെ പ്രസിഡൻ്റായി വളർത്തിക്കൊണ്ടുവന്ന ഒരാൾ, അത് സ്വാഭാവികമായും ആ പ്രസ്ഥാനത്തിന് അതിനൊരു വലിയ ദോഷം തന്നെയാണ്. ഇത്തരം ആളുകളെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ പൊതുസമൂഹത്തിൽ കോൺഗ്രസ്സിന് എന്തായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്? കോൺഗ്രസിൻ്റെ സാധ്യത സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തായിരിക്കും? ആരെങ്കിലും വിശ്വസിച്ച് അതിൻ്റെ കൂടെ നിൽക്കുമോ? അപ്പോൾ ഇത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ നേതൃത്വം പരിശോധിച്ചിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇത്തരം സ്ഥാനങ്ങൾ കൊണ്ടുവരാവും. ജനപ്രതിനിധി കൂടിയായി അദ്ദേഹം ഒന്നുമല്ലെങ്കിൽ ഒരു വക്കീലും കൂടിയല്ലേ, അഡ്വക്കേറ്റ്. അപ്പോൾ അത് നോക്കണം. വക്കീലായിരുന്നാലും ആരായിരുന്നാലും പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായും ആകുമ്പോൾ ആ രീതിയിലുള്ള ഒരു നിലപാട് ആളുകളോട് പെരുമാറ്റത്തിലുമൊക്കെ പുലർത്തേണ്ട കാര്യങ്ങളുമൊക്കെ നോക്കിക്കണ്ട് വേണം ചെയ്യാൻ.